ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യവുമായി നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ കേൾക്കാൻ ഡിവിഷൻ ബെഞ്ച് അനുവാദം നൽകി. മുൻ ഹർജിയിൽ കക്ഷിയില്ലാത്തതിനാലാണ് രഞ്ജിനി പ്രത്യേക അനുമതി തേടിയത്. അപ്പീലിൽ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് നടി രഞ്ജിനി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹർജിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് മുന്നേ ഉള്ള ഒരു ഹർജിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ആ ഹർജി രഞ്ജിനി കക്ഷിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക അനുമതി മുൻനിർത്തി മാത്രമേ ഈ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടാണ് നിലവിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ തിങ്കളാഴ്ച അപ്പീൽ വരുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായിട്ടുള്ള അപ്പീൽ കേൾക്കാനായിട്ട് ഇന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നടി രഞ്ജിനിക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മൊഴി നൽകിയവരിൽ ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ വിവരാവകാശ കമ്മീഷൻ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ, അതായത് നാളെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ തന്നെയാണ് ഇത്തരം ഒരു അപ്പീലുമായിട്ട് നടി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ട സമയത്ത് ഈ ഹർജിക്കാരനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ള ആവശ്യവും ഈ അപ്പീലിൽ നടി രഞ്ജിനി ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ട സമയത്ത് ഈ വിവരാവകാശ കമ്മീഷൻ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള ഉത്തരവ് അതിന്റെ കാലാവധി ഒരാഴ്ചത്തേക്ക് നീട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാളെ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അടിയന്തര നടപടിയിലേക്ക് സർക്കാർ കടന്നത്. എന്നാലും അപ്പീല് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വാദം കേൾക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ഐറ്റമായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കക്ഷികളിൽ പെടാത്ത ആളായതുകൊണ്ടാണ് പ്രത്യേക അനുമതി തേടേണ്ട ഒരു സാഹചര്യം രഞ്ജിനിക്ക് ഉണ്ടായത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത്, തന്റെ അടക്കം സ്വകാര്യതയെ ബാധിക്കുമെന്നുള്ള ഒരു വാദഗതിയാണ് ഇവർ ഈ ഹർജി ഉന്നയിച്ചിരിക്കുന്നത്. യെസ്, രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.